ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡയറ്റീഷ്യനാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചൊരു റെസിപ്പി നമുക്കിന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ കോസ്കോയിൽ നിന്ന് മേടിച്ചൊരു 1.5 കിലോൻ്റെ ഒരു മിക്സ്ഡ് നട്ട്സാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ അത്യാവശ്യം എല്ലാ നട്ട്സിൻ്റെ ഒരു മിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ മേടിക്കുന്നതിനേക്കാൾ എപ്പോഴും ലാഭം ഇത് മേടിക്കുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് ഇതേ. ഒരു 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കിങ്ങനെ മിക്സ്ഡ് നട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് കൊടുക്കാൻ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഒരു ചോക്കിങ്ങിൻ്റെ ഹസാർഡ് ഉള്ളതുകൊണ്ട് എപ്പോൾ കൊടുത്താലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ കമ്പൽസറി ആയിട്ട് പാലിച്ചേ പറ്റുള്ളൂ. അണ്ടർ 5 നട്ട്സ് കൊടുക്കുന്നതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നട്ട്സ് നോക്കിയേ, ഇതിൽ ഹേസൽ നട്ടുണ്ട്, അതുപോലെ ബ്രസീൽ നട്ടുണ്ട്, പിന്നെന്താ ഉള്ളത്, കാഷ്യൂ ഉണ്ട്, ബദാം ഉണ്ട്, പിസ്താഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദുവ വന്നു കേട്ടോ. ദുവയ്ക്ക് നട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ദുവ വന്ന് കുറച്ച് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇവൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ബോർഡിലേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചിട്ടേ കുറച്ച് ചോക്ലേറ്റ്സും സ്നാക്കും ഒക്കെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാറുണ്ട്. ഭയങ്കര റിഗ്രറ്റാണ് കേട്ടോ അത് കഴിയുമ്പോൾ എനിക്ക്. ഞാൻ കൊടുത്തു പോയല്ലോ ചോക്ലേറ്റ് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊടുത്താലും നമുക്കൊരു ടെൻഷനും ഇല്ല. ഭയങ്കര ഒരു സംതൃപ്തിയാണ് നമുക്ക് എത്ര കൊടുത്താലും. അപ്പോൾ ഇതാ നോക്കിയേ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയേ. ഞാൻ ആദ്യം എടുത്തത് കലോഞ്ചിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത് എടുത്തത് ബ്ലാക്ക് സെസേമിയാണ്. പിന്നെ സുൽത്താനാസ് റൈസിൻസ് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈന്തപ്പഴം ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെ കുഴഞ്ഞു പോകും ഇത്. പക്ഷേ ഈന്തപ്പഴം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ള് എടുക്കുന്നുണ്ട്. പിന്നെന്താണ്, കോക്കനട്ടിൻ്റെ ഫ്ലേക്സാണ് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഡ്രൈ ആണിത്. അപ്പോൾ ആ കോക്കനട്ട് ഒരുപാട് നാൾ ഇരുന്ന് കഴിഞ്ഞാലുള്ള ആ കാറുന്ന ചൊവയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ. ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് പച്ച ചേർത്തും നിങ്ങൾക്ക് ഉണ്ടാകാൻ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി. ഇത് നോക്കി, ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലൊരു പൗഡറാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ പൗഡർ ഞാൻ പ്രീപെയ്ഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച പൗഡറാണിത്. ഞാനിത് കറീസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ദുവയ്ക്ക്. അവൾ കഴിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഫുഡുകളിലും ഞാനൊരു 1/2 സ്പൂൺ വീതമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് പൗഡർ എടുക്കുക. അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈസിൻസോ അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടോ, വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അസാധ്യ സ്വാദാണ്. നമ്മൾ കഴിച്ചാലും നമ്മളിതിന് അഡിക്റ്റായി പോകും. വേറെ സ്നാക്സ് ഒന്നും നമുക്ക് വേണ്ടെന്നാവും. ഇതൊരു ഹൈ കാലറി പ്രോട്ടീൻ അയൺ ബാറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിൽ ഈ വാട്ടർ ക്രസ്സും അതുപോലെ ചെറിയ ചെറിയ സീഡ്സൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അയൺ കണ്ടൻറ്റ് നല്ല കൂടുതലാണ്. പിന്നെ ഇതൊരു ഹൈ കാലറി ഫുഡാണ്. അതുപോലെ പ്രോട്ടീന് വേണ്ടിയുള്ള സീഡ്സും നട്ട്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് ഒരു നേരത്തെ സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ കാണിക്കുന്നത് കണ്ടോ, ഇതാണ് ബ്രസീൽ നട്ട്. ഈ നന്നായിട്ട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരില്ലേ, പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞവരിലൊക്കെ, അവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ.